Hi friends, welcome to Nishas Powerful Kitchen. ഇന്ന് കിച്ചണിൽ നമ്മളൊരു ഗ്രീൻ വെൽവെറ്റ് ഡോൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരു നുള്ളു ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഇടഞ്ഞെടുക്കുക. ഒരു അരിപ്പ വെച്ചിട്ട് 2-3 തവണ നമുക്കത് ഇടഞ്ഞെടുത്ത് മാറ്റാം. അതിന് ശേഷം ഒരു ബൗളിലേക്ക് 2 എഗ്ഗ്, അതുപോലെ വാനില എസൻസ്. എഗ്ഗിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് 1 ടീസ്പൂൺ. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാൽ, അതിലേക്ക് 2 സ്പൂണ് സുറുക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് തൈരായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ബട്ടർ മിൽക്ക് അവിടെ റെഡി ആയിക്കോളും. ആ സമയം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗും വാനില എസൻസും കൂടെ ബീറ്റ് ചെയ്ത് നന്നായി പത വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ്. അത് അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഗ്ഗും പഞ്ചസാരയും വാനില എസൻസും കൂടെ ഒരു ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുക. ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ മിക്സിയിലോ ചെയ്യാവുന്നതുണ്ട് കേട്ടോ. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇനിയും ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതെല്ലാം അതിൽ മിക്സായി വരുന്നത് വരെ, പതഞ്ഞ് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാം തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ വിവോയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. അതവിടെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിലേക്ക് ക്രീം ചീസും ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടോ. ഇപ്പോൾ നമ്മളുടെ ബട്ടർ മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, പാലെല്ലാം പിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളുടെ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എഗ്ഗിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ അല്പാൽപ്പമായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എഗ്ഗ്, വാനില എസൻസ്, അതുപോലെ പൊടിച്ച പഞ്ചസാര, അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ബീറ്റ് ചെയ്തതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് കളർ ചേർത്തത് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ ഒരു ബൗളിലായി. ഇനി നമ്മുടെ ആ തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ തിളപ്പിച്ച പാലുണ്ടായിരിക്കും, അല്ലെങ്കിൽ തണുത്ത പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തു. ആ തിക്നെസ് ഒന്ന് ലൂസാക്കി, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ശരിയായൊരു കൺസിസ്റ്റൻസിയിലാവണ്ടേ, അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഈ സൈഡിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും, അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സൈഡിലെല്ലാം ഉള്ളതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ എടുത്തത്. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ വിപ്പിംഗ് ക്രീം. അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്തി ആയെങ്കിലും വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിലേക്ക് സാധാ ചെയ്യുന്നത് പോലെ തന്നെ, എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബട്ടർ പേപ്പർ വേണമെന്നൊന്നുമില്ല, തീരെ അടിയിലൊന്നും പിടിക്കില്ല. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഒന്ന് തട്ടി കൊടുത്ത് ആ പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ സമയം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് വയ്ക്കുക. കേക്ക് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇനി ആ ബാറ്ററെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മോൾഡിലേക്ക് ഒക്ടാ മോഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, റൗണ്ട് ഷേപ്പല്ല, 8 വശമുള്ള മോഡൽ. അപ്പോൾ ആ ഒരു മോൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു. കാരണം എയർ ബബിൾസൊക്കെ ഒന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോളായിട്ട് കിട്ടും നമ്മളെ കേക്ക്. അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് ഒരു ലിഡ് വെച്ച് അതിലേക്ക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ടൊരു ഗ്ലാസിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു വെച്ചത് കേട്ടോ, കുക്കറിൻ്റെ മൂടിയല്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരു 3/4 ഭാഗമേ വെച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ആ ബാറ്റർ ഇങ്ങനെ പൊങ്ങി വരുന്നതും എല്ലാ മാറ്റങ്ങളും നമുക്കിതിൽ കാണാൻ കഴിയും. ഒരു 3/4 മണിക്കൂർ വേണം നമുക്ക് ഇതൊന്ന് കേക്ക് ആയി കിട്ടാനായിട്ട്.
അത് കഴിഞ്ഞാൽ തന്നെ കേക്കിൻ്റെ ഒരു മണം വരും. ഇങ്ങനെ കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് അതിലൊന്നും പറ്റി പിടിക്കുന്നില്ല എങ്കിൽ നമ്മളെ കേക്കായി. അതുമല്ല, എനിക്കെപ്പോഴും അറിയാൻ പറ്റുന്നത് ആ ഒരു മണം വരും, കേക്കിൻ്റെ മണം വരും. അപ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ കേക്കിൻ്റെ മേൽഭാഗം ഒന്ന് വെന്തിട്ട് അതൊന്ന് നമുക്ക് മുറിച്ച് മാറ്റാം കേട്ടോ. സെൻറ്റർ ഭാഗം ഒന്ന് മുറിച്ച് 3 ലെയറാക്കിയിട്ട് നമുക്ക് കേക്കിനെ മുറിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീം, അത് ക്രീം ചീസ് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ക്രീം ചീസ് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഫ്രീസറിലേക്ക് മാറ്റി. അതിലൊരു ഭാഗം ഗ്രീൻ കളർ ചേർത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളെ കേക്ക് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. വളരെ സ്പോഞ്ചിയാണ്, കണ്ടാൽ തന്നെ അറിയാം, നന്നായിട്ട് സ്പോഞ്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട്, ഓവൻ വേണമെന്നൊന്നുമില്ല. കണ്ടോ, കേക്കിൻ്റെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളുടെ ഫ്രീസറിൽ നിന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീമും അതിൽ ക്രീം ചീസും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് മാറ്റി സെൻറ്ററിലൊന്ന് തേച്ച് കൊടുക്കുക കേക്ക് ബോർഡിൻ്റെ. എന്നിട്ട് ലാസ്റ്റത്തെ ലെയർ വയ്ക്കുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കുക, അടുത്ത ലെയർ വയ്ക്കുക. ഇതേ പ്രോസസ്സിങ് തന്നെ. എന്നിട്ട് ലാസ്റ്റുള്ള ആ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം വെച്ച് നന്നായിട്ട് നമ്മുടെ വൈറ്റ് ക്രീം കൊണ്ട് ഒന്നാണ്ട് ലെവൽ ചെയ്തെടുത്താൽ മതി. എനിക്കിവിടെ ക്രീമിൻ്റെ കുറച്ചൊരു കുറവുണ്ടായി കേട്ടോ, വൈറ്റ് ക്രീമിൻ്റെ. അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വൈറ്റ് ക്രീം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ കേക്കിൻ്റെ ഷേപ്പുകളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം. ഈ ഉപകരണങ്ങളെല്ലാം വേണമെന്നൊന്നുമില്ല, മിക്സിയിലും തയ്യാറാക്കിയെടുക്കാം അടിച്ചിട്ട്. ബീറ്റർ വേണമെന്നില്ല. ഇപ്പോൾ ഞാൻ ബീറ്റർ വാങ്ങുന്നേക്കാൾ മുന്നേയൊക്കെ ഞാൻ മിക്സിയിലും അതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചൊക്കെ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല, ഓവനും വേണ്ട. അപ്പോൾ വൈറ്റ് ക്രീം നന്നായിട്ട് വേണം, നമ്മുടെ വിപ്പിംഗ് ക്രീം അത് നന്നായിട്ട് കവർ ചെയ്യുകയും വേണം. എനിക്കിവിടെ അതിൻ്റെ ഒരു കുറവുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി നമ്മൾ കുറച്ച് ക്രീം ഗ്രീൻ കളർ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ വിപ്പിംഗ് ക്രീം. ഇനി സെൻറ്ററിൽ നമ്മൾ ഡോളിനെ ഒന്നാണ്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ മറ്റുള്ളതിലൊക്കെ കാണിച്ചതുപോലെ, മറ്റേ വീഡിയോയിലൊക്കെ കാണിച്ചതുപോലെ തന്നെ ഡോളിനെ ഇറക്കി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാൻ വലിയ ഡിസൈനൊന്നും ചെയ്യുന്നൊന്നുമില്ല, എനിക്കറിയുന്ന പോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. എന്തായാലും ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാൻ അതീവ ടേസ്റ്റുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കളർ ചേർക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, പക്ഷേ വീഡിയോയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ഗ്രീൻ വെൽവെറ്റ് എന്ന് പറയുമ്പോൾ അതിലൊക്കെ കളറുണ്ട്. അപ്പോൾ മാക്സിമം വീട്ടിലൊക്കെ കഴിക്കേണ്ടതിനൊന്ന് കളർ ചേർക്കാതെയൊക്കെ തയ്യാറാക്കിയെടുക്കുക. കളറില്ലാണ്ടെന്നും നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ലല്ലോ ഗ്രീൻ വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രീൻ വെൽവെറ്റ് ഡോൾ കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അതിലേറെ അടിപൊളിയാണ്. അപ്പോൾ ആർക്കും തികഞ്ഞില്ല എന്ന് വേണം പറയാൻ, അത്ര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. നിങ്ങൾക്കും ഇഷ്ടപ്പെടും, നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വിഭവമായിട്ട് നമ്മുടെ കിച്ചണിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.